അജ്ഞാത വാഹനമിടിച്ച് കൊല്ലപ്പെട്ടെന്ന് കരുതി മൃതദേഹം കണ്ടെടുത്ത് സംസ്കാര ചടങ്ങുകൾ വരെ നടത്തിയ യുവതി ജീവനോടെ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയതിന്റെ അമ്പരപ്പിലാണ് ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും. ഒരു വിധത്തിൽ പറഞ്ഞാൽ സിനിമാ കഥകളിലൊക്കെ മാത്രം കേട്ടിട്ടുള്ള പോലുള്ള വലിയ ട്വിസ്റ്റാണ് മധ്യപ്രദേശിലെ മൻസൗർ സ്വദേശിയായ ഒരു യുവതിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. 2023 കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചത്. മൃതദേഹം ഉൾപ്പെടെ കണ്ടെത്തി സംസ്കാര ചടങ്ങുകളും നടത്തിക്കഴിഞ്ഞ 35-കാരിയാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. നാട്ടുകാരും സുഹൃത്തുക്കളും അമ്പരന്നപ്പോൾ ഈ യുവതിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ഇപ്പോഴും ജയിലിൽ കഴിയുന്ന 4 പേർ നേരിട്ട ദുരനുഭവമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമോ എന്ന ആശങ്കയിലാണ് പോലീസും. ലളിതാബായി എന്ന യുവതി വീട്ടിലെത്തിയതിന് പിന്നാലെയായിരുന്നു അച്ഛൻ അടുത്തുള്ള ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വിവരം അറിയിച്ചത്. സംഭവം പോലീസ് സ്റ്റേഷൻ മേധാവി തരുണ ഭരദ്വാജ് സ്ഥിരീകരിച്ചു. യുവതി സ്വന്തം നിലയ്ക്ക് തന്നെ വീട്ടിലെത്തിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതോടെ 2023 കാണാതായ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പോലീസ് ഇവരെ ചോദ്യം ചെയ്യുകയായിരുന്നു. യുവതി പറയുന്നതനുസരിച്ച് ഷാരൂഖ് എന്നൊരാൾ തന്നെ ഭാൻപുര എന്ന സ്ഥലത്ത് കൊണ്ടുപോയ ശേഷം 5 ലക്ഷം രൂപ നൽകി ഒരാൾക്ക് വിറ്റു. ഇയാൾ യുവതിയുടെ രാജസ്ഥാനിലെ കോട്ടയിലേക്ക് കൊണ്ടുപോയി. അവിടെയായിരുന്നു 18 മാസം ജീവിച്ചത്. ഒടുവിൽ അവിടെ നിന്നും രക്ഷപ്പെടാൻ അവസരം കിട്ടിയപ്പോൾ നാട്ടിലെത്തുകയായിരുന്നു. മൊബൈൽ ഫോൺ കൈവശമില്ലാതിരുന്നതിനാൽ വീട്ടുകാരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും അവർ പറയുന്നുണ്ട്. 2 കുട്ടികളുടെ മാതാവായ യുവതി തന്റെ ആധാർ കാർഡും വോട്ടർ ഐഡിയും തെളിവിനായി പോലീസിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. യുവതിയെ കാണാതായതിന് പിന്നാലെ 2023 സെപ്റ്റംബറിലാണ് ഒരു അജ്ഞാത യുവതി വാഹനമിടിച്ച് കൊല്ലപ്പെട്ടെന്നും ഇത് ലളിതാബായി ആണോന്ന് തിരിച്ചറിയാൻ എത്താൻ വീട്ടുകാരോട് ആവശ്യപ്പെടുകയും ചെയ്തത്. അച്ഛൻ സ്ഥലത്തെത്തി നോക്കിയപ്പോൾ തലയും മുഖവും പൂർണ്ണമായും തകർന്നിരുന്നു. ഒരു ടാറ്റുവും കാലിൽ ധരിച്ചിരുന്ന കറുത്ത ചരടും കണ്ട് മകളാണെന്ന് സ്ഥിരീകരിച്ചു. പിന്നാലെയായിരുന്നു മൃതദേഹം വീട്ടിലെത്തിച്ച് അന്ത്യകർമ്മങ്ങൾ നടത്തിയതും. പിന്നാലെ അന്വേഷണം നടത്തിയ പോലീസ് ഇമ്രാൻ, ഷാരൂഖ്, സോനു, ഇജാസ് എന്നീ 4 പേരെ അറസ്റ്റ് ചെയ്തു. ഇവർ ഇപ്പോഴും വിചാരണ കാത്ത് ജയിലിലാണ്. യുവതി തിരിച്ചെത്തിയതോടെ തങ്ങളെ ഇനി മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഈ യുവാക്കൾ കോടതിയിൽ അപേക്ഷ നൽകി. ഇതിന്മേൽ പോലീസിന്റെ വിശദീകരണം തേടിയിരിക്കുകയാണ് കോടതി. അതേസമയം തിരിച്ചെത്തിയത് കാണാതായ സ്ത്രീ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ DNA ടെസ്റ്റ് നടത്തുമെന്നും പോലീസ് പറയുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമാവുകയുള്ളൂ. ഇതോടെ കൊല്ലപ്പെട്ട സ്ത്രീ ആരാണെന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്.